ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ അറബിക്കിൻ്റെ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ 15 മിനിറ്റ് കൂട്ടുകാർക്ക് ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ള സമയമാണ്. ആകെയുള്ള 6 പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തേതിന് നിർബന്ധമായിട്ടും ഉത്തരം എഴുതിയിരിക്കണം. 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ നന്നായി അറിയുന്ന ഏതെങ്കിലും 4 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ആക്ടിവിറ്റി 1 അൽ ബയാൻ നഖറുൽ ഫിഖറ വനുജീബു അനിൽ അസ്ഇലത്തി താലിയ. താഴെ നൽകിയിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചിട്ട് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. അൽ ഹിന്ദു വത്തുനുന, ഇന്ത്യ നമ്മുടെ രാജ്യമാണ്. ആസിമത്തുഹ ന്യൂഡൽഹി, അതിന്റെ തലസ്ഥാനം ന്യൂഡൽഹിയാണ്. ഫിൽ ഹിന്ദി സമാനിയത്തും വഇശ്റൂന വിലായത്തൻ, ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളുണ്ട്. ഇസ്തഖല്ലത്തുൽ ഹിന്ദു മിൻ സൈത്തുറത്തിൽ ബരീത്വാനിയ ഫി 15 ഓഗസ്തുസ് 1947 മീലാദ്. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് നിയന്ത്രണത്തിൽ നിന്നും ഇന്ത്യ സ്വതന്ത്രമായി. ഷാറക ഫി ഹറകത്തിൽ ഇസ്തിഖ്ലാലി സുഅമാഉ, സ്വാതന്ത്ര്യ സമരത്തിൽ നേതാക്കൾ പങ്കെടുത്തു. മിഥ്ല സയ്യിദ് ജവഹർലാൽ നെഹ്റു അവ്വൽ റഈസിൽ വുസറായി, ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റു. വസയ്യിദ് മഹാത്മാഗാന്ധി അൽ മഅറൂഫി ബി അബിൽ വത്വൻ, രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്ന ശ്രീ മഹാത്മാഗാന്ധി. വസയ്യിദ് അബുൽ കലാം ആസാദ് അവ്വൽ വസീർ തഅലീം, ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ അബുൽ കലാം ആസാദ് എന്നിവരായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നത്. ഇനി നമ്മൾക്ക് ചോദ്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാഹിയ ആസിമത്തുൽ ഹിന്ദ്, ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ്? ഓപ്ഷൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. തിരുവനന്തപുരം, ന്യൂഡൽഹി, മുംബൈ, കാലിക്കൂട്ട്. ആൻസർ രണ്ടാമത്തെ ഓപ്ഷനാണ്, ന്യൂഡൽഹി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മതാ ഇസ്തഖല്ലത്തുൽ ഹിന്ദു, ഇന്ത്യ എപ്പോഴാണ് സ്വതന്ത്രമായത്? സിത്തത്തും വൈശ്രീന യനായർ, ജനുവരി 26. സമാനിയത ഡിസംബർ 18. 15 ഓഗസ്തുസ്, ഓഗസ്റ്റ് 15. 11 നവംബർ 11. ഏതാണ് ആൻസർ? മൂന്നാമത്തെ ഓപ്ഷനാണ്, 15 ഓഗസ്തുസ്, ഓഗസ്റ്റ് 15. തേർഡ് ക്വസ്റ്റ്യൻ, കം വിലായത്തൻ ഫിൽ ഹിന്ദി, ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളാണുള്ളത്? ഓപ്ഷൻസ് എന്തെല്ലാമാണ്? സമാനിയത്തും വൈശ്രൂന 28, ഇസ്നാവ സമാനൂന 82, 14 വാഹിദും വ അർബഊന 41. ഏതാണ് ആൻസർ? ഫസ്റ്റ് ഓപ്ഷനാണ്, സമാനിയത്തും വ ഇശ്റൂന, 28 സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിലുള്ളത് അല്ലേ? ഫോർത്ത് ക്വസ്റ്റ്യൻ, മൻ ഹുവ അവ്വൽ റഈസുൽ വുസറാഇൽ ഹിന്ദി, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ഓപ്ഷൻസ് ആണ്, ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, അബുൽ കലാം ആസാദ്, നേതാജി. ആരാണ്? ഓപ്ഷൻ ഒന്നാമത്തേതാണ് ആൻസർ, ജവഹർലാൽ നെഹ്റു. ഫിഫ്ത് ക്വസ്റ്റ്യൻ, യഅറഫു മഹാത്മാഗാന്ധി ബി ഡാഷ്, മഹാത്മാഗാന്ധി ഡാഷ് എന്നാണ് അറിയപ്പെടുന്നത്. ഓപ്ഷൻസ് ആണ്, റഈസുൽ വുസറ, പ്രധാനമന്ത്രി, വസീർ തർബിയത്തുൽ അവൽ, ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, അബിൽ വത്വൻ, രാഷ്ട്രപിതാവ്, ഷാഷാജി, ചാച്ചാജി. ഏതാണ് ആൻസർ? മൂന്നാമത്തെ ഓപ്ഷനാണ് അല്ലേ, അബിൽ വത്വൻ. ഇനിയുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ആക്ടിവിറ്റി 2 അൽ മൻദൂം, കവിത. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നഖറു തസ്രീഹാത്തി വനഖ്താറുൽ അബയാത്തിൽ മുനാസിബ ലഹ, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ചിട്ട് അതിന് അനുയോജ്യമായ വാക്യങ്ങൾ അതിന് താഴെ നൽകിയിരിക്കുന്ന കവിതയിൽ നിന്നും തെരഞ്ഞെടുത്ത് എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? അന ഉഹിബ്ബുൽ ഖൈറ ലി വലി അസ്ദിഖാഇ, ഞാൻ എനിക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും നന്മയുണ്ടാവുന്നത് ഇഷ്ടപ്പെടുന്നു. അതിന് അനുയോജ്യമായിട്ടുള്ള വരി കവിതയിൽ നിന്നും നമ്മൾക്ക് തിരഞ്ഞെടുത്താലോ? ഏതാണ്? രണ്ടാമത്തെ വരിയാണ്, ഉഹിബ്ബുൽ ഖൈറ യഅതീനി വ അഹ്വാഹു ലിഅസ്ഹാബി. സെക്കൻഡ് വൺ, അൽഅബു മഅ അസ്ദിഖാഇ വ അഖ്ലി വഖ്തി മഅഹും, ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം കളിക്കുകയും അവരുടെ കൂടെ സമയം ചെലവഴിക്കുകയും ചെയ്യും. അതിന് അനുയോജ്യമായ വരി കവിതയിലുള്ളത് ഏതാണ്? ഒന്നാമത്തെ വരിയാണ്, വാഖദിൽ വഖ്ത ബൈനഹും ബിതസ്ലിയത്തിൻ വഅൽആബിൻ. തേർഡ് വൺ, അബ്ദുൽ മാ ബഖയ ഇൻദി മിനൽ ഖൈരി ലിഅസ്ദിഖാഇ,
എൻ്റെ സുഹൃത്തുക്കൾക്കായി ഞാൻ ബാക്കി വെച്ചിരിക്കുന്ന എല്ലാ നന്മകളും ഞാൻ ചെയ്യുന്നു. അതിന് അനുയോജ്യമായ വരി ഏതാണ് കവിതയിലുള്ളത്? 4ാമത്തെ വരിയാണ് അല്ലേ? വലൗ ഫദ്ലുൻ ബഖയ ഇൻദി സഉതിൽ ഫദ്ല അഹ്ബാബി. 4th one ലസ്തു ബിഅയ്യാബിൻ ലിഅന്നല്ലാഹ ഔസ്വാനി ബിദാലിക. ദൈവം എന്നോട് അങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചതിനാൽ ഞാൻ കുറ്റമറ്റവനല്ല. ഏതാണ് അതിനനുയോജ്യമായ വരി കവിതയിലുള്ളത്? 3ാമത്തെ വരിയാണ്. ബിദാകല്ലാഹു ഔസ്വാനി ഫഇന്നി ലസ്തു വയ്യാബിൻ. ഒരേപോലെയുള്ള വാക്കുകൾ തിരിച്ചറിയാൻ ശ്രമിച്ചാൽ വരികൾ നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താവുന്നതേ ഉള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നഖ്താർ ജവാബൻ സ്വഹീഹൻ. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. മൻ അല്ലഫ മൻദൂം അസ്വദീഖുൽ മുഖ്ലിസ്. സ്വദീഖുൽ മുഖ്ലിസ് എന്ന കവിത എഴുതിയത് ആരാണ്? ഓപ്ഷൻസ് ആണ് ഗാലിബ് മുഹന്നി, അഹ്മദ് ഷൗഖി, ഹാഫിൾ ഇബ്രാഹിം. ഏതാണ് ശരിയായ ഉത്തരം? 1ാമത്തെ ഓപ്ഷനാണ് ഗാലിബ് മുഹന്നി. ആക്ടിവിറ്റി 3 അനാസിറുൽ ലുഗ. ഭാഷാ ഘടകങ്ങൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നഖറുൽ അൽഫാള താലിയ വനക്തുബു മുഫ്രദഹ കമാ ഫിൽ മിസാൽ. താഴെ നൽകിയിരിക്കുന്ന വാക്കുകൾ വായിച്ചിട്ട് മാതൃകയിൽ തന്നിരിക്കുന്നത് പോലെ ആ വാക്കുകളുടെ മുഫ്രദ് എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. മാതൃകയായി ഒന്ന് നിങ്ങൾക്കവിടെ നൽകിയിട്ടുണ്ട്. ഔഖാത്തുൻ മുഫ്രദ് വഖ്തുൻ. അസ്ദിഖാഉൻ മുഫ്രദ് എന്താണ്? സ്വദീഖുൻ. അൻഹാറുൻ മുഫ്രദ് എന്താണ്? നഹ്റുൻ. അഗ്റാസുൻ മുഫ്രദാണ് ഗർസുൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നുകമ്മിലുൽ ജുംല ബിമുസാഅദതി സുവർ. നൽകിയിരിക്കുന്ന ചിത്രത്തിന്റെ സഹായത്തോടെ താഴെ നൽകിയിരിക്കുന്ന വാക്യം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ലൗനു ഡാഷ് അബിയദുൻ. ചിത്രത്തിൽ എന്താണ് നൽകിയിരിക്കുന്നത്? ഒരു കൊക്കാണ് അല്ലേ? കൊക്കിന് നമ്മൾ അറബിയിൽ എന്താണ് പഠിച്ചിരിക്കുന്നത്? ലഖ്ലഖുൻ. ലൗനുൽ ലഖ്ലഖി അബിയദുൻ. അൽ ലഖ്ലഖി എന്നാണ് നമ്മൾ അവിടെ പൂരിപ്പിച്ച് നൽകേണ്ടത്. ഇനി അടുത്തത് എന്താണ്? റീഷു ഡാഷ് ജമീലുൻ. എന്താണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്? ഒരു മയിലാണ് അല്ലേ? എങ്ങനെയാണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? റീഷു ത്വാഊസി ജമീലുൻ. ആക്ടിവിറ്റി 4 അൽ ഹിവാർ സംഭാഷണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നഖറുൽ ഹികായ വനുഇദ്ദു ഹിവാറൻ ബിമുസാഅദതിഹ. താഴെ നൽകിയിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചിട്ട് അതിന്റെ സഹായത്തോടെ അതിന് താഴെ നൽകിയിരിക്കുന്ന സംഭാഷണം കൂട്ടുകാരോട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അൻഖദ യാസിർ സ്വദീഖഹു രാജു മിനൽ ഗർഖി. യാസിർ തന്റെ കൂട്ടുകാരൻ രാജു മുങ്ങുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഫഹസുല അലാ ജായിസത്തിൻ ലിശജാഅതി മിൻ റഈസിൽ ജംഹൂരിയ. അങ്ങനെ യാസിറിന് രാഷ്ട്രപതിയിൽ നിന്നും ധീരതയ്ക്കുള്ള അവാർഡ് ലഭിച്ചു. ഫദഹബ മഅ വാലിദിഹി ഇലാ ഡൽഹി. അങ്ങനെ അവൻ അവന്റെ ഉപ്പയുടെ കൂടെ ഡൽഹിയിലേക്ക് പോയപ്പോൾ ഖലാ യാസിർ ഫി ഡൽഹി യൗമൈൻ. യാസിർ 2 ദിവസം ഡൽഹിയിൽ നിന്നു. വശാഹദൽ ബർലമാന വൽ മസ്ജിദൽ ജാമിഅ വൽ ഖൽഅത്തുൽ ഹംറ വഗൈറഹ. അങ്ങനെ അവിടെ നിന്ന് യാസിർ പാർലമെന്റ്, ജാമിഅ മസ്ജിദ്, ചെങ്കോട്ട തുടങ്ങിയവ കണ്ടു. കാനത്ത് റിഹ്ലത്തു മുസല്ലിയ. ആ യാത്ര നല്ല രസകരമായിരുന്നു. ഐന്ദമ വസല യാസിറുൻ ഇല സൊഫി താറ ബൈനഹു വ ബൈനൽ മുദരിസി ഹിവാറുൻ. അങ്ങനെ യാസിർ ക്ലാസ്സിൽ തിരിച്ചെത്തിയപ്പോൾ അവന്റെ അധ്യാപകനും അവനും തമ്മിൽ ഒരു സംഭാഷണം നടന്നു. ആ സംഭാഷണമാണ് നമ്മൾക്ക് പൂർത്തിയാക്കേണ്ടത്. അൽ മുദരിസ് എന്തായിരിക്കും ചോദിക്കുന്നുണ്ടാവുക? യാസിർ എന്താണ് മറുപടി പറയുന്നത്? സ്വബാഹൻ നൂർ. അപ്പോൾ മുദരിസ് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? സ്വബാഹൽ ഖൈർ. അൽ മുദരിസ് മതാ വസുൽത. നീ എപ്പോഴാണ് എത്തിയത്? യാസിർ മസാ അംസി. ഇന്നലെ വൈകുന്നേരം. അൽ മുദരിസ് മഅമൻ ദഹബ്ത ഇലാ ഡൽഹി. നീ ആരുടെ കൂടെയായിരുന്നു ഡൽഹിയിലേക്ക് പോയത്? യാസിർ ആരുടെ കൂടെയായിരുന്നു ഡൽഹിയിലേക്ക് പോയിരുന്നത്? അവന്റെ ഉപ്പയുടെ കൂടെയായിരുന്നു അല്ലേ? മഅ വാലിദി. യാസിർ എന്താണ് പറയുന്നത്? എന്റെ ഉപ്പയുടെ കൂടെ. അൽ മുദരിസ് കം യൗമൻ ഖലൈത ഫീ ഡൽഹി. നീ ഡൽഹിയിൽ എത്ര ദിവസമാണ് നിന്നത്? യാസിർ എത്ര ദിവസമായിരുന്നു ഡൽഹിയിൽ നിന്നിരുന്നത്? 2 ദിവസമായിരുന്നു അല്ലേ? യൗമൈൻ. അൽ മുദരിസ് മാതാ ഷാഹത്ത ഹുനാക്ക. നീ അവിടെ എന്തെല്ലാമാണ് കണ്ടത്? യാസിർ എന്തെല്ലാമായിരുന്നു യാസിർ അവിടെ കണ്ടിരുന്നത്? പാർലമെന്റ്, ജാമിഅ മസ്ജിദ്, ചെങ്കോട്ട തുടങ്ങിയവ കണ്ടു അല്ലേ? അൽ ബർലമാൻ വൽ മസ്ജിദുൽ ജാമിഅ വൽ ഖൽഅത്തുൽ ഹംറ. അൽ മുദരിസ് കൈഫ കാനത്ത് റിഹ്ല. എങ്ങനെയുണ്ടായിരുന്നു യാത്ര?
യാസിർ അപ്പോൾ എന്താണ് പറയുന്നത്? കാനത്ത് ഡാഷ്. അവന്റെ യാത്ര നല്ല രസകരമായിരുന്നു അല്ലേ? എങ്ങനെയാണ് അവിടെ നമ്മൾ പൂരിപ്പിക്കേണ്ടത്? കാനത്ത് മുസല്ലിയ. ആക്ടിവിറ്റി 5 അൽ ഖിസ്വ, കഥ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നഅദുൽ ഖിസ്വ ബിമുസാഅദത്തി സുവരി വൽ ജുമലി. ചിത്രത്തിന്റെയും വാക്യങ്ങളുടെയും സഹായത്തോടെ ഒരു കഥ തയ്യാറാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. താഴെ 4 ചിത്രങ്ങൾ കൂട്ടുകാർ കണ്ടല്ലോ. ഒന്നാമത്തെ ചിത്രത്തിൽ എന്താണ് കൂട്ടുകാർ കാണുന്നത്? ഒരു കുട്ടി വീടിന്റെ ഉമ്മറത്ത് ഇരിക്കുകയാണ് അല്ലേ? അതിന് അനുയോജ്യമായ വാക്യം താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണെന്ന് കൂട്ടുകാരൊന്ന് കണ്ടെത്തി നോക്കൂ. ഏതാണ്? മൂന്നാമത്തെ വാക്യമാണ്. കാന രാജു വലതൻ വരീറൻ. രാജു അന്ധനായ ഒരു കുട്ടിയായിരുന്നു. മറത്തൻ കാന ജാലിസൻ ഫി വാജിഹത്തിൽ ബൈത്തി വസമിഅ സൗതൻ. ഒരിക്കൽ അവൻ വീടിന്റെ ഉമ്മറത്തിരിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു. ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ കൂട്ടുകാർ എന്താണ് കാണുന്നത്? ഒരു പക്ഷിക്കുഞ്ഞ് കൂട്ടിൽ നിന്നും വീണു കിടക്കുന്നുണ്ട്. അതിനരികിലേക്ക് ഒരു പൂച്ച ഓടി പോകുന്നുണ്ട് അല്ലേ? അതിന് അനുയോജ്യമായ വാക്യം ഏതാണ്? രണ്ടാമത്തെ വാക്യം നോക്കൂ. ഒരു കാക്ക കുഞ്ഞ് കൂട്ടിൽ നിന്നും വീണ് കിടക്കുന്നു. അതിനടുത്തു നിന്ന് ഒരു പൂച്ചയുടെ ശബ്ദം കേട്ടു. ഇനി മൂന്നാമത്തെ ചിത്രത്തിൽ എന്താണ് കൂട്ടുകാർ കാണുന്നത്? പൂച്ചയെ രാജു കല്ലുകൊണ്ട് എറിയുകയാണ് അല്ലേ? അതിന് അനുയോജ്യമായ വാക്യം ഏതാണ് താഴെ തന്നിരിക്കുന്നവയിലുള്ളത്? ഒന്നാമത്തെ വാക്യമാണ്. അസ്ര രാജു ഇലൽ ഫർഹി. രാജു പക്ഷിക്കുഞ്ഞിന്റെ അടുത്തേക്ക് ധൃതിപ്പെട്ടു. അഹദ ഹജറൻ വറമാ നഹ്വൽ ഖിത്ത്. ഒരു കല്ലെടുത്ത് പൂച്ചയുടെ നേരെ എറിഞ്ഞു. ഇനി നാലാമത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? രാജു മരത്തിൽ കയറുകയാണ് അല്ലേ? അതിന് അനുയോജ്യമായ വാക്യം താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? നാലാമത്തെ വാക്യമാണ്. തസല്ലഖ രാജു അശ്ശജറത. രാജു മരത്തിൽ കയറി. വൽ ഫർഹു ഫീ ജൈബിഹി. പക്ഷിക്കുഞ്ഞിനെ അവന്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, നക്തുബു ഉൻവാനൻ മുലായിമൻ ലിഹാദിഹിൽ ഖിസ്വ. ഈ കഥയ്ക്ക് അനുയോജ്യമായ ഒരു തലക്കെട്ട് നൽകാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എന്താണ് നമ്മൾക്ക് കഥയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഒരു കുട്ടിയുടെ കാരുണ്യമാണ് അല്ലേ? എന്താണ് നമ്മൾ എഴുതുക? റഹ്മത്തുൽ വലദു ദരീർ. അന്ധനായ കുട്ടിയുടെ കാരുണ്യം. ആക്ടിവിറ്റി 6 അൽ മുദക്കിറ, കുറിപ്പ്. നഅദ് മുദക്കിറ അൻ റുകൂബി ദറാജ ബിമുസാഅദത്തിൽ അൽഫാലി ഫിൽ മുറബ്ബ. ബോക്സിൽ നൽകിയിരിക്കുന്ന പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ സൈക്ലിങ്ങിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എന്തെല്ലാം പോയിന്റ്സുകളാണ് നൽകിയിരിക്കുന്നത്? റിയാള ബദനിയ, വ്യായാമം. തസീദു, വർദ്ധിപ്പിക്കുക. ഖുവ്വത്തുൻ, ശക്തി. നശാത്തുൻ, ഉന്മേഷം. തുഅതി, നൽകുക. തുഖവ്വി, ശക്തിപ്പെടുത്തുക. അൽ ജിസ്മ, ശരീരം. അൽ അലലാത്ത്, മസിലുകൾ. സുഹത്ത്, ആരോഗ്യം. മർക്കബുൻ, വാഹനം. ലിത്തുല്ലാബ്, കുട്ടികൾക്ക് വേണ്ടി. മുനാസിബുൻ, അനുയോജ്യമായ. ഇനി നമ്മൾക്ക് ഇതെല്ലാം വെച്ച് ഒരു പാരഗ്രാഫ് എഴുതുകയാണ് വേണ്ടത്. റുകൂബ ദറാജ, സൈക്ലിംഗ്. ഉഹിബ്ബു റുകൂബ ദറാജത്തി ലിഅന്നഹ ഡാഷ്. എനിക്ക് സൈക്ലിംഗ് വളരെയധികം ഇഷ്ടമാണ് കാരണം. ഇനി നമ്മൾക്ക് ബോക്സിൽ നൽകിയിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് ഈ പാരഗ്രാഫ് പൂർത്തിയാക്കുകയാണ് വേണ്ടത്. നമ്മൾക്കൊന്ന് പാരഗ്രാഫ് എഴുതി നോക്കാം. ഉഹിബ്ബു റുകൂബ ദറാജത്തി ലിഅന്നഹ മർകബുൻ മുനാസിബുൻ ലിത്തുല്ലാബി. എനിക്ക് സൈക്ലിംഗ് വളരെയധികം ഇഷ്ടമാണ് കാരണം കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു വാഹനമാണ് ഇത്. റുകൂബ ദറാജത്തി റിയാള ബദനിയ. സൈക്ലിംഗ് ഒരു ശാരീരിക കായിക വ്യായാമമാണ്. ഇത് ശക്തിയും ഉന്മേഷവും വർദ്ധിപ്പിക്കുന്നു. ഇത് ആരോഗ്യം നൽകുകയും ശരീരത്തിന്റെ മസിലുകൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. All the best for your exam. Thanks for watching. If you like this video, please do subscribe and share.